വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിൽ 71 വചനങ്ങളുണ്ട്. യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. പുതിയ ഉടമ്പടി. ആരാണ് വലിയവൻ? പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. പണവും വാളും കരുതുക. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. പത്രോസ് തള്ളിപ്പറയുന്നു. യേശുവിനെ പരിഹസിക്കുന്നു. ന്യായാധിപസംഘത്തിൻ്റെ മുമ്പാകെ എന്നിങ്ങനെ വായിക്കുവാൻ സാധിക്കും. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിവസം ശിഷ്യന്മാർ പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ ഈശോയുടെ നിർദ്ദേശപ്രകാരം പൂർത്തിയാക്കി. ആ രാത്രിയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിനെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഈശോ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുപോലെ തന്നെ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. വിശുദ്ധ കുർബാനയിലൂടെ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നു. നമ്മൾ സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും യേശുവിൻ്റെ പുതിയ ഉടമ്പടിയിൽ നമ്മളും പങ്കാളികളാകുന്നു. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളും. ആമേൻ.